വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ നമ്മുടെ മനസ്സമാധാനം പോയി കാണുമല്ലേ. കിളി പറത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജോഗ്രഫിയിൽ 5 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. രണ്ടും നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കിയുള്ള 3 അത്യാവശ്യം സ്റ്റാൻഡേർഡ് പുലർത്തിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മൊത്തം 5 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഒന്ന് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ വന്ന 2 ക്വസ്റ്റ്യൻസ്, ഇതും പിന്നെ ഗ്രാവിറ്റി അനോമലിയുടെ ക്വസ്റ്റ്യനും നമ്മളൊന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. അത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. വെച്ചാൽ റീക്രിസ്റ്റലൈസേഷൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ടേം. റീക്രിസ്റ്റലൈസേഷൻ. ശിലകൾ എന്ന് പറഞ്ഞാൽ ധാതുക്കൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നവയല്ലേ. അപ്പോൾ അതിൽ ധാതുക്കൾക്കുണ്ടാകുന്ന ചേഞ്ചസ്, അതിനാണ് നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ നേരത്തെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ധാതുക്കൾ എങ്ങനെയാണ് അതിനകത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്, അത് മൊത്തത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു, ക്രമീകരിക്കപ്പെടുന്നത് റീക്രിസ്റ്റലൈസേഷൻ. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു, 2ാമത്തെ പ്രസ്താവന. 3ാമത്തെ സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം, അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. നോക്കാം ഇത് എവിടുന്ന് ആദ്യം ഈ ചോദ്യം വന്നേക്കുന്നത്. ഇത് നമ്മുടെ പഴയ SCRT-യിലോ പുതിയ SCRT-യിലോ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ +1 ടെക്സ്റ്റാണ്. +1-ലാണ് കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് +1 ടെക്സ്റ്റിലാണ്. നമുക്കിതൊരു SCRT ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന ഫാക്റ്റ് അല്ല. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള സ്റ്റഡീസ് നടത്തണം, പഠനം നടത്തണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡെപ്ത് കൂടിയ ഇൻഡെപ്ത് ലെവലിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കണം. കുറച്ചും കൂടെ ഉയർന്ന നിലവാരത്തിലുള്ള വായന നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ ഇതൊരു 30% വരുന്നുള്ളൂ നമ്മുടെ പരീക്ഷകളിൽ. ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ, എക്കണോമിക്സും എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 30% ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള NCERT-യിൽ നിന്ന് കുറച്ചും കൂടെ ഒരു കൺസെപ്റ്റ് ലെവൽ ചോദ്യങ്ങൾ വരുന്നത്. നാളെ ഇത് 40 ആകാം, പിന്നെ 50 ആകാം, 60 ആകാം, 70 ആകാം, ഇനി ശതമാനം കൂടി വരും. അതായത് വരുന്ന കാലത്ത് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് നമുക്ക് തരുന്നത്. നോക്കിയേ, ഇവിടെ എന്താണ് കായാന്തരീകരണം എന്നൊക്കെ ആദ്യം ഇവർ പറയുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാത്തതേ ഉള്ളൂ. അതായത് രൂപാന്തരം സംഭവിച്ചത് എന്നതാണ് കായാന്തരിതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ശിലയ്ക്ക് രൂപാന്തരം സംഭവിക്കുക, അതായത് അടിസ്ഥാന ശിലകളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് എന്നിവയിലെ വ്യത്യാസങ്ങൾ മൂലം ഒരു ശില രൂപമാറ്റത്തിന് വിധേയമാകുന്നു. ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായി ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നു, കായാന്തരീകരണം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന മാഗ്മ പുറത്തേക്ക് വമിക്കുമ്പോൾ ഭൂവൽക്കത്തിലെ ശിലകളുമായുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായും കായാന്തരീകരണം സംഭവിക്കുന്നു. എങ്ങനെയൊക്കെ ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുക എന്നാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ എന്താണ് ഈ റീക്രിസ്റ്റലൈസേഷൻ? നമ്മുടെ ചോദ്യത്തിനകത്ത് നമ്മൾ കണ്ട പുനഃപരലീകരണം എന്താണ്? ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പുനഃപരലീകരണത്തിനും പുനഃസംഘടനത്തിനും വിധേയമാകുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം. ഇപ്പോൾ ശിലകൾക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങൾ, മിനറൽസ്, അവ എന്ത് ചെയ്യപ്പെടുന്നു? റീഅറേഞ്ച് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ അവർ റീക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുന്നു. അവരുടെ സ്ട്രക്ചറിൽ, ഓർഡറിൽ, അവരുടെ അറേഞ്ച്മെൻറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അവരുടെ ഷേപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതായത് ഒരു പാറയുടെ അകത്തുള്ള ധാതുക്കൾ, മിനറൽസ്, അവയുടെ തനത് ഘടനയ്ക്ക്, സ്ട്രക്ചറിന് മാറ്റം സംഭവിക്കാറുണ്ട്, അവരുടെ ഷേപ്പിന് മാറ്റം സംഭവിക്കാറുണ്ട് വെൻ വി അപ്ലൈ ഹൈ പ്രഷർ, അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഈ റീക്രിസ്റ്റലൈസേഷൻ എന്നും ഈ പറഞ്ഞ പുനഃസംഘടന എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. കായാന്തരീകരണം 2 വിധത്തിലുണ്ട്. ഒന്നാമത്തത് ബലതന്ത്ര കായാന്തരീകരണം, നിങ്ങളുടെ കാണാം ഡൈനാമിക് മെറ്റമോർഫിസം. 2ാമത്തത് താപീയ കായാന്തരീകരണം. താപീയ കായാന്തരീകരണം എന്ന് പറയുമ്പോൾ അത് തെർമൽ മെറ്റമോർഫിസം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ പറയുന്ന ഈ 2 കായാന്തരീകരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 2 ടൈപ്പ് കായാന്തരീകരണം എന്താണ് നമ്മൾ നോക്കാൻ പോവാണ്. നോക്കിക്കോ, ആദ്യമായിട്ട് ബലതന്ത്ര കായാന്തരീകരണം എന്താണെന്ന് പറയാൻ പോവാണേ. നോക്കിക്കോണേ, സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ, അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം, ബലതന്ത്ര കായാന്തരീകരണത്തിൽ എന്ത് സംഭവിക്കുന്നില്ല? ഗുരുതരമായിട്ടുള്ള രാസമാറ്റങ്ങൾ, കെമിക്കൽ ചേഞ്ചസ് ഇല്ല. അവിടെ ഓൾട്ടറേഷൻ സംഭവിക്കുന്നത് ഫിസിക്കൽ ഓൾട്ടറേഷൻ മാത്രമാണ് സംഭവിക്കുന്നത്. നോക്കി, സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയെ നമ്മൾ ബലതന്ത്ര കായാന്തരീകരണം, ഡൈനാമിക് മെറ്റമോർഫിസം എന്ന് വിളിക്കും.
ദാറ്റ് മീൻസ് ഇവിടെ പ്രഷറാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ മെറ്റമോർഫിസത്തിന് കാരണമാകുന്നത് പ്രഷറാണ്, മർദ്ദമാണ്. ഓക്കെ, താപമല്ല. താപമാണെങ്കിൽ എന്താണ്, അത് പാറകൾ വലിയ താപത്താൽ ഉരുകിയിട്ട് എന്ത് സംഭവിക്കും, അതിനകത്ത് ചിലപ്പോൾ പുതിയ മിനറൽസ് ആഡ് ചെയ്യപ്പെടാം അതിനകത്ത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള കായാന്തരീകരണം, രൂപമാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ തെർമൽ മെറ്റമോർഫിസം രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. ആദ്യം ഇത് കേട്ടോ. ഇനി താപീയ കായാന്തരീകരണത്തിൽ രണ്ടാമത്തത്, താപീയ കായാന്തരീകരണത്തിന് ഫലമായി ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായിട്ട് രൂപമാറ്റം സംഭവിക്കുകയും ഉണ്ടോ. തെർമൽ മെറ്റമോർഫിസത്തിൽ ഡൈനാമിക്കിനകത്ത് എന്താണ്, രാസപരമായ മാറ്റങ്ങൾ ഇല്ലായിരുന്നു. ഇവിടെ എന്താണ്, രാസപരമായിട്ടുള്ള രൂപമാറ്റം സംഭവിക്കും. ശിലകളിലെ പരലുകൾ, ക്രിസ്റ്റലുകൾ പുനഃക്രമീകരിക്കപ്പെടും. മനസ്സിലായി? ഇതാണ് രണ്ട് തരം മെറ്റമോർഫിസം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയേണ്ടത്. അപ്പം മെറ്റമോർഫിസം അല്ലെങ്കിൽ കായാന്തരീകരണം രണ്ട് വിധം. ഒന്നാമത്തത് ഡൈനാമിക് മെറ്റമോർഫിസം. എന്താണ് ഡൈനാമിക് മെറ്റമോർഫിസം? പ്രഷർ കാരണം സംഭവിക്കുന്നതാണ് ഡൈനാമിക് മെറ്റമോർഫിസം. ഇവിടെ രാസമാറ്റങ്ങൾ ഇല്ല. രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തത് തെർമൽ മെറ്റമോർഫിസം, താപീയ കായാന്തരീകരണം. തെർമൽ മെറ്റമോർഫിസം ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, രാസപരമായിട്ടുള്ള രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? രാസപരമായിട്ടുള്ള രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി ഈ തെർമൽ മെറ്റമോർഫിസത്തെ തന്നെ, താപീയ കായാന്തരീകരണത്തെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സമ്പർക്ക കായാന്തരീകരണം, റീജിയണൽ സമ്പർക്ക കായാന്തരീകരണം എന്ന് വെച്ചാൽ അത് കോണ്ടാക്ട് മെറ്റമോർഫിസം. രണ്ടാമത്തത് പ്രാദേശിക കായാന്തരീകരണം എന്ന് വെച്ചാൽ അത് റീജിയണൽ മെറ്റമോർഫിസം. ഒന്നുകൂടെ പറയാം, താപീയ കായാന്തരീകരണത്തെ തന്നെ രണ്ടായി തരംതിരിക്കുന്നു. സമ്പർക്കം കോണ്ടാക്ട് മെറ്റമോർഫിസം, രണ്ട് പ്രാദേശികം റീജിയണൽ മെറ്റമോർഫിസം. ഇനി നോക്കിക്കേ, എന്താണ് സമ്പർക്ക കായാന്തരീകരണം? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് വമിക്കുന്ന ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിൻ്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും പുനഃക്രമീകരിക്കപ്പെടുന്നു. ചില അവസരങ്ങളിൽ മാഗ്മയിൽ നിന്നോ ലാവയിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ ഘടകങ്ങളും ശിലകളോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. എന്താണ് പറഞ്ഞത്? നമുക്കിതൊക്കെ വായിക്കാൻ എളുപ്പമാണ്. NCERT-ക്കകത്ത് ഇതുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിത് വായിക്കാൻ പറയുന്നു. വായിച്ചാൽ ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. ഇത് കേട്ടോണം, പറഞ്ഞുതരാം. ഒരു ക്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഭൂവൽക്ക ഭാഗം നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭൂവൽക്ക ഭാഗം നിങ്ങൾക്ക് കാണാം. ഈ ഭൂവൽക്ക ഭാഗത്തേക്ക് ശക്തമായിട്ടുള്ള മാഗ്മയുടെ ഇൻട്രൂഷൻ ഉണ്ടാകുന്നു. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ശക്തമായിട്ടുള്ള മാഗ്മയുടെ ഇൻട്രൂഷൻ ഉണ്ടാകുന്നു. ഈ ഭൂവൽക്ക ഭാഗത്തേക്ക് എന്തുണ്ടാകുന്നു? ശക്തമായിട്ടുള്ള ഒരു മാഗ്മയുടെ ഇൻട്രൂഷൻ ഉണ്ടാകുന്നു. ഇത് കണ്ടോ? അതായത് ഈ ഭൂവൽക്ക ഭാഗത്തേക്ക് മാഗ്മ ധാരാളമായിട്ട് വലിയ അളവിൽ ഈ ഭൂവൽക്ക ഭാഗത്തേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മാഗ്മ ഇങ്ങനെ ഉയർന്നു വരുന്നത് ഭൂവൽക്ക ഭാഗത്തേക്ക്. സബ്ഡക്ഷൻ്റെ സമയത്ത്, അതായത് വലിയ തോതിലുള്ള മാഗ്മ ചേംബറുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് സബ്ഡക്ഷൻ്റെ സമയത്താണ്. നിമഞ്ജനങ്ങളുടെ സമയങ്ങളിലാണ് വലിയ മാഗ്മ ചേംബറുകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ചൂട് ഉള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ മാഗ്മയുടെ ഫോർമേഷൻസ് കാണാൻ പറ്റുന്നത്. ഈ മാഗ്മ മുകളിലേക്ക് ഉയർന്നു വന്ന് ഇവിടെയുള്ള പാറകളെ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഉരുക്കുന്നു. അല്ലെങ്കിൽ അത് മുഴുവൻ മെൽറ്റായി പോകുന്നു. അതിനോട് സമീപത്തുള്ള പാറകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഉരുകിയ പാറകളുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പാറകളൊന്ന് ശ്രദ്ധിച്ചേ. അതായത് ഈ ഭാഗം കണ്ടോ, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ നിങ്ങൾക്ക് കുറേ പാറകൾ കാണാൻ പറ്റുമല്ലോ. അതായത് ഈ മാഗ്മയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, ഈ മാഗ്മയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കുറച്ചധികം പാറകളില്ലേ. ഈ പാറകൾ ഈ മാഗ്മയുടെ ഉഗ്രതാപ നിമിത്തം പതുക്കെ ഉരുകും. ഉരുകിയിട്ട് അത് വീണ്ടും സോളിഡിഫൈ ചെയ്യും, വീണ്ടും തണുക്കും. അല്ലെങ്കിൽ വീണ്ടും എന്താകുന്നു, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ മാഗ്മയുടെ ചൂട് കുറയുന്നതനുസരിച്ച് ഇതെന്ത് ചെയ്യും? തണുക്കും. അത് പുതിയ പാറകളായി മാറും. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് ഈ മാഗ്മയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാറകൾ ഉരുകി വീണ്ടും ശിലകളായി മാറ്റപ്പെടും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾ ഇപ്പോൾ എന്തായി മാറി? പുതിയ ശിലകളായി മാറി. വീണ്ടും ഉരുകിയിട്ട് പുതിയ ശിലയായപ്പോൾ അവിടെ ഒരു മെറ്റമോർഫിസം സംഭവിച്ചു, രൂപമാറ്റം സംഭവിച്ചു. ഇതിനെയാണ് നമ്മൾ കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് വിളിക്കുന്നത്, സമ്പർക്ക കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് മെറ്റമോർഫിസം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മാഗ്മയുടെ അതിശക്തമായ ചൂട് നിമിത്തം അതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പാറകളിലുണ്ടാകുന്ന ഒരു കായാന്തരീകരണമാണ്, രൂപമാറ്റമാണ് എന്തെന്ന് പറയുന്നത് കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്ക കായാന്തരീകരണം. രണ്ടാമത്തത് പ്രാദേശിക കായാന്തരീകരണം, റീജിയണൽ മെറ്റമോർഫിസം. റീജിയണൽ മെറ്റമോർഫിസം സംഭവിക്കാറുള്ളത് ഓൾമോസ്റ്റ് ഒരു പ്രധാനമായിട്ടും ഒരു ഫോൾട്ടിനോട് ചേർന്നാണ്. ഫോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ വിടവ്, ഫ്രാക്ചർ, ഭ്രംശം, അതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ഫോൾട്ടിനോട് ചേർന്നിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്? റീജിയണൽ മെറ്റമോർഫിസം സംഭവിക്കുന്നത്. അതായത് ഇത് രണ്ട് പ്ലേറ്റാണ്, രണ്ട് ഫലകങ്ങളാണ്. ഈ രണ്ട് ഫലകങ്ങൾ പരസ്പരം ഒരു കൺവേർജ് ചെയ്യുന്നു.
അവർ സംയോജക അവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കൂടിച്ചേരാൻ ശ്രമിക്കുന്നു. രണ്ട് ഫലങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നു എന്ന് വിചാരിച്ചു. കൂട്ടിയിടിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫലകവും യുറേഷ്യ ഫലകവും കൂടിച്ചേർന്നപ്പോഴാണ് ഹിമാലയം ഉണ്ടായത്. ഇതുപോലെ രണ്ട് ഫലങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഇമ്മൻസ് ആയിട്ടുള്ള ഒരു പ്രഷർ, ശക്തമായിട്ടുള്ള മർദ്ദം ഇവിടെ അനുഭവപ്പെടും, അല്ലേ? ശക്തമായ മർദ്ദം ഇവിടെ അനുഭവപ്പെടും. ഈ മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പാറകൾക്ക് ഇവിടെ, അല്ലേ, ഈ കൂട്ടിയിടിക്കുന്ന പ്രദേശത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാറകളിൽ ഈ ശക്തമായ മർദ്ദം എന്തിന് കാരണമാക്കും? കായാന്തരീകരണത്തിന് കാരണമാകും. അല്ലെങ്കിൽ ഇവിടെയുള്ള പാറകൾ, ഈ ഭാഗത്തൊക്കെയുള്ള പാറകൾ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെയുള്ള പാറകൾ, അല്ലെങ്കിൽ ഈ ഫോൾട്ടിനോട് ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സംയോജനത്തോട്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടിയിടിക്കുന്ന പ്രദേശത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാറകളിൽ എന്ത് സംഭവിക്കും? മെറ്റമോർഫിസം, കായാന്തരീകരണം സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ റീജിയണൽ മെറ്റമോർഫിസം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തൊരു കേസ്, ഇവിടെ തന്നെ എന്ത് സംഭവിക്കാം? ഈ കൂട്ടിയിടിക്കുന്ന ആ കൂട്ടിയുടെ ഫലമായിട്ട്, ഫലകങ്ങളുടെ കൂടിച്ചേരൽ അല്ലെങ്കിൽ കൂട്ടിയുടെ ഫലമായിട്ട് ശക്തമായ മർദ്ദവും ഈ ശക്തമായ മർദ്ദം സൃഷ്ടിക്കുന്ന താപവും, നമുക്കറിയാം ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൽ നിന്നാണ് ഇവിടെ താപം ഉണ്ടാകുന്നത്. ഇവിടെ കൂട്ടിയിടിക്കുമ്പോൾ ശക്തമായിട്ടുള്ള കൂട്ടിയിടി വഴിയായിട്ട് എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ സംഭവിക്കുന്നു, ഉരസൽ സംഭവിക്കും. ഈ ഉരസലിൽ നിന്നുണ്ടാകുന്ന താപം, ഓക്കെ. ഇനി ഈ കൂട്ടിയിടിക്കുന്ന പ്രഷറിൽ നിന്നുണ്ടാകുന്ന, ഫോഴ്സിൽ നിന്നുണ്ടാകുന്ന പ്രഷർ, ഇതൊക്കെയാണ് ഇവിടെ രൂപാന്തരീകരണത്തിന് അല്ലെങ്കിൽ മെറ്റമോർഫിസത്തിന്, കായാന്തരീകരണത്തിന് കാരണമാകുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഇനി ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതാൻ പോവാം. നോക്കിക്കോ. കായാന്തരീകരണം, മെറ്റമോർഫിസം രണ്ട് വിധത്തിലാണെന്ന് പറഞ്ഞു. കായാന്തരീകരണം രണ്ട് വിധത്തിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ശ്രദ്ധിച്ച് പറഞ്ഞോണം, ബലതന്ത്ര കായാന്തരീകരണം, ഡൈനാമിക് മെറ്റമോർഫിസം. രണ്ടാമത്തത് താപീയ കായാന്തരീകരണം, തെർമൽ മെറ്റമോർഫിസം. ബലതന്ത്ര കായാന്തരീകരണ പ്രത്യേകത എന്താ? രാസപരമായ മാറ്റമില്ല. രാസപരമായ മാറ്റം ഇല്ല, ഒൺലി ഫിസിക്കൽ ചേഞ്ച്. ഇനി താപീയ കായാന്തരീകരണത്തിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? ഇവിടെ ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ശിലകളുടെ ധാതുക്കളിൽ രാസപരമായ, ശിലയുടെ ഘടനയിൽ രാസപരമായ മാറ്റം സംഭവിക്കുന്നു. രാസപരമായ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് ഓർക്കുക. രാസപരമായ മാറ്റം സംഭവിക്കുന്നു താപീയ കായാന്തരീകരണത്തിൽ. ഇനി ഇതിനെ തന്നെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. താപീയ കായാന്തരീകരണത്തെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് റീജണൽ എന്ന് പറഞ്ഞാൽ ഏതാ? പ്രാദേശിക കായാന്തരീകരണം. രണ്ടാമത്തത് കോണ്ടക്റ്റ് സമ്പർക്ക കായാന്തരീകരണം. അപ്പോൾ ഒന്ന് സമ്പർക്കം, രണ്ട് പ്രാദേശികം. സമ്പർക്കം, കോണ്ടാക്റ്റ്, പ്രാദേശിക, റീജിയണൽ. എന്താണ് സമ്പർക്ക കായാന്തരീകരണം? ഭൂമിയുടെ ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയർന്നു വരുന്ന മാഗ്മയുടെ അതിശക്തമായ ചൂട് നിമിത്തം അതിന് സമീപത്തുള്ള പാറകൾ, ആ മാഗ്മയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പാറകളിലുണ്ടാകുന്ന കായാന്തരീകരണത്തെയാണ് സമ്പർക്ക കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. എന്ത് സംഭവിക്കുക? ആ പാറകൾ ഉരുകി വീണ്ടും റീക്രിസ്റ്റലൈസ് ചെയ്യാം, വീണ്ടും റീസോളിഡിഫൈ ചെയ്യാം. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇതേതാ പറഞ്ഞത്? സമ്പർക്ക കായാന്തരീകരണം. രണ്ടാമത്തെ എന്താണ്? പ്രാദേശിക കായാന്തരീകരണം. പ്രാദേശിക കായാന്തരീകരണം എങ്ങനെ സംഭവിക്കുന്നത്? പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് നടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് നടക്കുന്ന സ്ഥലങ്ങളിലാണ് റീജിയണൽ, പ്രാദേശിക കായാന്തരീകരണം ഉണ്ടാകുന്നത്. അത് രണ്ട് ഫലകങ്ങൾ പരസ്പരമൊക്കെ കൂട്ടിയിടിക്കുന്ന സ്ഥലങ്ങളിൽ ആ ഫോഴ്സ്, ആ കൂട്ടിയുടെ ഫോഴ്സ് ചെലുത്തുന്ന പ്രഷർ, അതുപോലെ തന്നെ ആ കൂട്ടിയുടെ ഫലമായിട്ട് അവിടെ സംഭവിക്കുന്ന ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷനിൽ നിന്നുണ്ടാകുന്ന ടെമ്പറേച്ചർ, താപം, ആ താപമൊക്കെ ഇവിടെ എന്ത് സംഭവിക്കാം? ഇവിടെയുള്ള ശിലകൾക്ക്, ഈ ഭാഗത്തുള്ള ശിലകളിൽ എന്ത് കാരണമാക്കും? റീക്രിസ്റ്റലൈസേഷൻ, അല്ലെങ്കിൽ അവിടെ കായാന്തരീകരണത്തിന്, നമ്മുടെ മെറ്റമോർഫിസത്തിന് കാരണമാകുന്നു. അപ്പോൾ അവിടെയും മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റീജിയണൽ മെറ്റമോർഫിസം അല്ലെങ്കിൽ പ്രാദേശിക കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. നോക്കി, ഇവിടെ കണ്ടോ, ലൈംസ്റ്റോൺ ഒരു സെഡിമെൻ്ററി റോക്കാണ്, ഒരു അവസാദ ശിലയാണ്. ഈ അവസാദ ശില ഇതൊരു പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ഇങ്ങോട്ട് കൂട്ടിയിടിക്കുന്നു, ഇത് മറ്റൊരു പ്ലേറ്റ് ഇവിടെയുണ്ട്, അല്ലേ? ശക്തമായിട്ട് ആ പ്ലേറ്റിലേക്ക് എ എന്ന് പറയുന്ന ഫലകം ബി എന്ന് പറയുന്ന ഫലകത്തിലേക്ക് കൂട്ടിയിടിച്ചപ്പോൾ എന്ത് സംഭവിക്കാൻ തുടങ്ങി? ഇവിടെ പതുക്കെ മടക്കുകൾ വീഴാൻ തുടങ്ങി, അല്ലേ? പതുക്കെ ഇത് ഫോൾഡിങ് സംഭവിക്കാൻ തുടങ്ങി. ഇവിടെയുള്ള പാറകൾ എന്ത് സംഭവിക്കാൻ തുടങ്ങി? ഫോൾഡിങ് സംഭവിക്കാൻ തുടങ്ങി. അതായത് ഈ ലൈംസ്റ്റോൺ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എന്തായി മാറി? മാർബിളായി മാറി. കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ചുണ്ണാമ്പ് കല്ല്, അല്ലേ, ഇവിടെ നമുക്കറിയാം
ഡീഫോർമേഷൻ നടക്കാതിരുന്ന സ്ഥലമാണിത്, അല്ലെങ്കിൽ കൂട്ടിയിടിയുടെ എഫക്റ്റ് അനുഭവപ്പെടാതിരുന്ന സ്ഥലമാണ്. അവിടെ ശിലകൾ എന്തായിരുന്നു? ചുണ്ണാമ്പ് ശിലകളായിരുന്നു, ലൈംസ്റ്റോൺ ആയിരുന്നു. ലൈംസ്റ്റോൺ പതുക്കെ 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 ഇതിലേക്ക് പ്രഷർ ചെയ്യപ്പെട്ടു. ഈ ലൈംസ്റ്റോൺ എന്നിട്ട് ഇതുണ്ടോ ചുണ്ണാമ്പ് ശിലകൾ കാണപ്പെടുന്ന ഈ മേഖല കൂട്ടിയിടിച്ചപ്പോൾ ഇവിടെ മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങി. പതുക്കെ ഈ ശിലകൾ മടങ്ങാൻ തുടങ്ങി, ഫോൾഡ് ചെയ്യാൻ തുടങ്ങി. സോ അവിടെ എന്തായി മാറി? ആ ശിലകൾ നേരെ എന്തായി മാറാൻ തുടങ്ങി? മാർബിളായി മാറാൻ തുടങ്ങി. അതാണ് പറയുന്നത്, ലൈംസ്റ്റോണിന് കായാന്തരീകരണം സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മാർബിൾ ഉണ്ടാകുന്നത്. ചുണ്ണാമ്പ് കല്ലിന് കായാന്തരീകരണം സംഭവിക്കുമ്പോഴാണ് മാർബിൾ ഉണ്ടാകുന്നത്. തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ സാൻഡ്സ്റ്റോൺ ഉണ്ട്. സാൻഡ്സ്റ്റോൺ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആ കൂട്ടിടിയുടെ ഇമ്പാക്റ്റിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. എന്നാൽ പതുക്കെ 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 ഈ സാൻഡ്സ്റ്റോൺ ഇപ്പറയുള്ള പ്ലേറ്റിലേക്ക് കൂട്ടിയിടിക്കുന്ന ഭാഗത്ത് പതുക്കെ ഇവിടെ നിന്ന് സംഭവിക്കുന്നു, ഹൈ പ്രഷർ കൊണ്ട് ഇവിടെ ഫോൾഡിങ് സംഭവിക്കുന്നു. ഹൈ പ്രഷർ കൊണ്ട് ഇവിടെ ഫോൾഡിങ് സംഭവിക്കുന്നു. അവിടെയുള്ള സാൻഡ്സ്റ്റോൺ എന്തായി മാറുന്നു? ക്വാർട്സൈറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെയുള്ള മണൽക്കല്ലുകൾ എന്തായി മാറുന്നു? ക്വാർട്സൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പം മണൽക്കല്ലുകൾക്ക് കായാന്തരീകരണം സംഭവിച്ചാൽ അത് എന്തായി മാറും? ക്വാർട്സൈറ്റ് ആയിട്ട് മാറും. ലൈംസ്റ്റോണിന് കായാന്തരീകരണം സംഭവിച്ചാൽ എന്തായി മാറും? മാർബിളായിട്ട് മാറും. കണ്ടോ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ടോ? എന്ത് തരം കായാന്തരീകരണമാണ്? കോണ്ടാക്റ്റ് ആണോ? സമ്പർക്കമാണോ? അതോ പ്രാദേശികമാണോ? പ്രാദേശികമാണ്, റീജിയണലാണ്. കാരണം ഇവിടെ എന്താ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് നടന്നു. കൂട്ടിയിടി ഉണ്ട്. ഈ ഭാഗത്ത് വെച്ച് ഇങ്ങോട്ടും ഇവരിങ്ങോട്ടും കൂട്ടിയിടിച്ചു. ആ ശക്തമായ കൂട്ടിയിടി ഫലമായിട്ടുണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സിൽ നിന്നാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? കായാന്തരീകരണം സംഭവിക്കുന്നത്. ആ ഫോഴ്സിൽ നിന്നാണ് ഇവിടെ കായാന്തരീകരണം സംഭവിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഡൈനാമിക് മെറ്റമോർഫിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഫോളിയേഷൻ. എന്താണ് ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡൈനാമിക് മെറ്റമോർഫിസം ഞാൻ പറഞ്ഞു, ബലതന്ത്ര കായാന്തരീകരണം. മർദ്ദം മാത്രമാണ് ഇവിടെ കായാന്തരീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകം, താപമല്ല. ഇവിടെ കായാന്തരീകരണത്തെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകം മർദ്ദമാണ്. താപത്തിൻ്റെ എഫക്റ്റ് വളരെ കുറവാണ്, മർദ്ദത്തിൻ്റെ എഫക്റ്റാണ് കൂടുതലെന്ന് വിചാരിച്ചു. അങ്ങനെ മർദ്ദത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കായാന്തരീകരണത്തിൻ്റെ ഫലമായിട്ട് ശിലകളിൽ ഫോളിയേഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഫോളിയേഷൻ? നോക്കാം. ഇത് മെറ്റമോർഫിസത്തിന് മുമ്പ് ഒരു ശിലയിലെ തനതു ധാതുക്കളുടെ അറേഞ്ച്മെൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അവർ വളരെ ലൂസായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കുറേ പേനായും പെൻസിലും എല്ലാം കൂടെ നിങ്ങൾ ചുമ്മാ വലിച്ചു വാരി നിങ്ങളുടെ മേശപ്പുറത്തേക്ക് ഇട്ടാൽ അതെങ്ങനെ കിടക്കും? അതേപോലെ ധാതുക്കൾ കിടക്കുന്നു. നിങ്ങൾ പതുക്കെ രണ്ട് കൈ കൊണ്ട് അവരെല്ലാം കൂടി ഇങ്ങനെ ചേർക്കാൻ ശ്രമിച്ചേ, പതുക്കെ അവരൊരു ലൈനിലേക്ക് വരാൻ തുടങ്ങും. അതായത് ഇവിടെ ഈ ശിലയുടെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിൽ നിന്ന് ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. അതായത് ഇങ്ങോട്ടൊരു പ്രഷർ, ഇവിടുന്ന് ഇങ്ങോട്ട് പ്രഷർ. പതുക്കെ കണ്ടോ ഇങ്ങനെ ലൂസായിട്ട് പല ദിശയിൽ ക്രമീകരിക്കപ്പെട്ട മിനറൽസ് എല്ലാം കൂടെ ഏകദേശം ഒരേ ലെവലിലേക്ക്, ഏകദേശം ഒരേപോലെ അറേഞ്ച് ചെയ്യപ്പെടുന്നു, ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ തുടങ്ങുന്നു. യഥാർത്ഥ ശിലയിൽ അത് സംഭവിച്ചാൽ ഇത് കണ്ടോ, ഇത് താഴെ നോക്കിക്ക്, താഴെ ഒരു ശിലയുണ്ട്. പതുക്കെ അതിൽ ബലതന്ത്ര കായാന്തരീകരണം, അതായത് ശക്തമായിട്ടുള്ള ഫോഴ്സ് അനുഭവപ്പെടുന്നു, മർദ്ദം അനുഭവപ്പെടുന്നു. ഈ മർദ്ദം അനുഭവപ്പെടുന്നതിന് ഫലമായിട്ട് അവിടെയുള്ളതിൻ്റെ ഇതുണ്ട്, കറുത്ത ധാതുക്കളുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് വെളുത്ത ധാതുക്കളുണ്ട്. ഈ കറുത്ത ധാതുക്കളെല്ലാം കൂടെ ഏകദേശം ഒരേപോലെ ഒരേ ലൈനിൽ കണ്ടോ ഇവിടെ അറേഞ്ച് ചെയ്യപ്പെടുന്നു. ബ്ലാക്ക് കണ്ടോ, അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള ധാതുക്കളെല്ലാം കൂടെ ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നു. കണ്ടോ ഇവിടെ എങ്ങനെയാണോ ധാതുക്കൾ ഈ പല 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 ഓറിയൻറ്റേഷനിൽ കിടന്ന ധാതുക്കളെല്ലാം കൂടെ ഒറ്റ ലൈനായിട്ട് മാറിയത്, അതേപോലെ ഇവിടെ ഡാർക്ക് ആൻഡ് വൈറ്റ് എന്തുണ്ടാകുന്നു? ബാൻഡിങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ലീനിയേഷൻ അല്ലെങ്കിൽ ഫോളിയേഷൻ എന്ന് വിളിക്കുന്നത്. ബാൻഡിങ് ഇൻസൈഡ് റോക്ക് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഒരു ശിലയിൽ ഉണ്ടാകുന്ന ബാൻഡിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതായത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതൊരു ശിലയാണ് എന്ന് വിചാരിച്ചു. ഈ ശിലയിൽ ഇത്തരത്തിലുള്ള ഉരുണ്ട റൗണ്ട് ഷേപ്പിലുള്ള കുറേ ധാതുക്കൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതിക്കൂ. പതുക്കെ ഇതിൽ ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. ഇതിൻ്റെ ഷേപ്പ് പതുക്കെ, ഈ ശിലയുടെ ഷേപ്പ് പതുക്കെ ഇങ്ങനായി മാറുന്നു. ആ ധാതുക്കൾ കണ്ടോ ഇങ്ങനെ ഉരുണ്ട ഷേപ്പിലുണ്ടായിരുന്ന ധാതുക്കൾ പതുക്കെ ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറ്റപ്പെടുന്നു. അവരൊരു ലൈനിൽ ക്രമീകരിക്കപ്പെടുന്നു. കണ്ടോ, അവരൊരു ലൈനിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇതിനെയാണ് ലീനിയേഷൻ അല്ലെങ്കിൽ ഫോളിയേഷൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ ഈ ഷേപ്പിലിരുന്ന റോക്ക് അതിൻ്റെ ഷേപ്പ് എങ്ങനെയായി മാറി? ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങനെയായി മാറി. കണ്ടോ, ഇങ്ങനെയായി മാറി. സോ ഇങ്ങോട്ടേക്ക് അത് ക്രിസ്റ്റലൈസ് ചെയ്തു, സൈഡിലേക്ക് വശങ്ങളിലേക്ക് ക്രിസ്റ്റലൈസ് ചെയ്തു, റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചു, പുനഃപരലീകരണം സംഭവിച്ചു. ക്ലിയർ? കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസെപ്റ്റാണ്, എന്നാലും ഇതൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നുള്ള സ്ഥിതിക്ക് ഇതൊക്കെ നമുക്ക് പഠിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്? പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക്
പുനഃപരലീകരണം സംഭവിക്കുന്നു. അല്ല, മാഗ്മയുടെ ചൂട് കാരണമല്ലെന്ന് പുസ്തകത്തിൽ മാഗ്മയെ പറ്റി പ്രാദേശിക കായാന്തരീകരണത്തിൽ എവിടെയും മാഗ്മയുടെ ചൂടിനെ പറ്റി അവർ പറയുന്നില്ല. അത് സമ്പർക്ക കായാന്തരീകരണത്തിലാണ്. പ്രാദേശിക കായാന്തരീകരണം ടെക്ടോണിക് ചലനത്തിന് ഫലമായിട്ടുണ്ടാകുന്ന മർദ്ദം, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന താപം, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ആ രീതിയിലാണ് പ്രാദേശിക കായാന്തരീകരണത്തിൽ മെറ്റമോർഫിസം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കായാന്തരീകരണം സംഭവിക്കുന്നത്. സോ ഇവിടെ ഇത് തെറ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, സമ്പർക്ക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണമാണ് കായാന്തരീകരണം സംഭവിക്കേണ്ടത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. അല്ല, അങ്ങനെയാണോ റീക്രിസ്റ്റലൈസ് ചെയ്തത്? അല്ല, അവിടെ ചൂട് കൂടിയപ്പോഴാണ് റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചത്. പുനഃപരലീകരണം ഞാൻ കാണിച്ചു തന്നു. എന്താണ് പുനഃപരലീകരണം എന്ന്? അതായത് ധാതുക്കൾ, വട്ടത്തിലിരുന്ന ധാതുക്കൾ ഷേപ്പ് മാറുന്നു, ഓവൽ ഷേപ്പിലായി മാറുന്നു. ഡിഫറൻ്റ്ലി ഓറിയൻറ്റഡ് ആയിട്ട് കിടന്ന ധാതുക്കൾ ഒരേ ലൈനിലേക്ക് ക്രമീകരിക്കപ്പെടുന്നു, ഒറ്റ ലൈനായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീക്രിസ്റ്റലൈസേഷൻ, പുനഃപരലീകരണം എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ എന്ത് കാരണമാണ്? ടെക്ടോണിക് ചലനത്താലാണോ ശിലകൾക്ക്? അല്ല, മാഗ്മയുടെ ചൂട് കാരണമാണ് ശിലകൾക്ക് ഇവിടെ കായാന്തരീകരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. സോ ഇവിടെ ഇനി മൂന്നാമത്തത് ബലതന്ത്ര കായാന്തരീകരണം. പ്രഷർ മാത്രം, ഹൈ പ്രഷർ, ഷിയർ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന കായാന്തരീകരണമാണ് ബലതന്ത്ര കായാന്തരീകരണം. അല്ലേ? ഇപ്പോൾ ഇതൊരു പാറയാണെന്ന് വിചാരിച്ചു. ഈ പാറയിൽ ശക്തമായിട്ടുള്ള സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ പതുക്കെ ഈ പാറയുടെ ഷേപ്പ് പതുക്കെ ഇതെങ്ങനെ മാറും? ഇതിങ്ങനെ ഫോൾഡ് ചെയ്യപ്പെടും. അല്ലേ? എന്ന് വെച്ചാൽ അതിനകത്തുള്ള ധാതുക്കൾ, തനതു ധാതുക്കൾ എന്താകും? ചിലപ്പോൾ നേരെ ഇരുന്ന ധാതുക്കൾ ഇപ്പോൾ എങ്ങനെ വരാം? ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരാം. അല്ലേ? ഈ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ധാതുക്കൾ ഇപ്പോൾ എങ്ങനെ വരാം? തന്നെ ഇങ്ങനെ വരാം. അതിൻ്റെ ഫലമായിട്ട് ആ ധാതുക്കൾ ആ ലൈനിൽ എന്ത് ചെയ്യപ്പെടാം? പൊട്ടാം, ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് ഇത് ഫ്രാഗ്മെൻറ്റുകളായി മാറാം, ഇങ്ങനെ മുറിയാം. മനസ്സിലായോ? ബ്രേക്ക് ചെയ്ത് ഫ്രാഗ്മെൻറ്റുകളായി മാറാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്ത് വെച്ച് ഇത് പൊട്ടിയെന്ന് വിചാരിച്ചു, പൊട്ടി അതൊരു ഫ്രാഗ്മെൻറ്റായി മാറി, ഇത് മറ്റൊരു ഫ്രാഗ്മെൻറ്റായി മാറി. കണ്ടോ, ധാതുക്കൾ പൊട്ടുക. ചിലപ്പോൾ ശിലകൾക്കും പൊട്ടൽ സംഭവിക്കാം. ധാതുക്കൾ പൊട്ടുമ്പോൾ ഒരേ ലൈനിലുള്ള കുറേ ധാതുക്കൾ പൊട്ടുമ്പോൾ ആ ശിലയും ചിലപ്പോൾ പൊട്ടാം. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ്, ശിലകൾക്കകത്തുള്ള തനതു ധാതുക്കൾ പൊടിഞ്ഞും എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തനതു ധാതുക്കൾക്ക് ഇതേപോലെ കണ്ടോ, ഒരേ ലൈനിൽ കുറേ ധാതുക്കൾ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റോക്സിനും എന്ത് സംഭവിക്കാം? ബ്രേക്ക് സംഭവിക്കാം. ഡൈനാമിക് മെറ്റമോർഫിസത്തിൽ റോക്കിന് ബ്രേക്ക് സംഭവിക്കും എന്ന് ജിയോമോർഫോളജി നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ തിയറിയിൽ അത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും തെറ്റായ സ്ഥിതിക്ക് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബലതന്ത്ര കായാന്തരീകരണത്തിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് NCERT ടെക്സ്റ്റിനകത്തുണ്ട്, അതുവരെ ഞാൻ നിങ്ങൾ എടുത്ത് കാണിച്ചു. പക്ഷേ അത് മൊത്തത്തിൽ അങ്ങനെ വായിച്ചു പോയാൽ പോലും നമുക്കിത് കിട്ടണമെന്നില്ല. എന്താണ് താപീയ കായാന്തരീകരണം? ഇനി അതിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. സമ്പർക്ക കായാന്തരീകരണം, പ്രാദേശിക കായാന്തരീകരണമൊക്കെ അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു ചിത്രം കാണാതെ, ഈ ഒരു ഇമേജിൻ്റെ സഹായം ഇല്ലാതെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം ഇതാണ് സമ്പർക്ക കായാന്തരീകരണം, ഇതാണ് പ്രാദേശിക കായാന്തരീകരണം. പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ സമയത്ത്, ഫലക ചലനങ്ങളുടെ സമയത്ത് ഉണ്ടാകുന്ന വലിയ മർദ്ദം, അല്ലെങ്കിൽ ആ ഫോഴ്സിൽ നിന്നുണ്ടാകുന്ന വലിയ മർദ്ദവും ഫ്രിക്ഷണൽ മൂവ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന താപവും ഒക്കെ ശിലകളെ കായാന്തരീകരണത്തിന് വിധേയമാക്കാം. അതാണ് നമ്മുടെ റീജിയണൽ മെറ്റമോർഫിസം അല്ലെങ്കിൽ പ്രാദേശിക കായാന്തരീകരണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതെന്താണ് ഇവിടെ പഠിച്ചത് എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരു ലൈംസ്റ്റോൺ മാർബിളായി മാറി. കണ്ടോ, ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഈ ഒരു പ്ലേറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് പതുക്കെ ഈ ലൈംസ്റ്റോൺ എന്തായി മാറിക്കൊണ്ടേയിരിക്കും? മാർബിളായി മാറിക്കൊണ്ടേയിരിക്കും. അല്ലേ? പതുക്കെ ഈ പ്ലേറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അവിടെ വോളിയം കുറയുമല്ലേ? കാരണം കൂട്ടിയിടിക്കുമ്പോൾ വോളിയം കുറയുക. ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ലൈംസ്റ്റോൺ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ലൈംസ്റ്റോൺ നോക്കി, ഇവിടെ കർവ് ഉണ്ടായിരുന്നു നോക്കി. ഈ ലൈംസ്റ്റോൺ ഇരിക്കുന്ന പോർഷൻ എന്തെങ്കിലും കർവ് ഉണ്ടായിരുന്നു നോക്കി. പക്ഷേ ഇങ്ങോട്ട് പോയപ്പോൾ അത് കർവ്ഡ് ആവാൻ തുടങ്ങി, ഫോൾഡഡ് ആവാൻ തുടങ്ങി. അല്ലേ? കർവ്ഡ് ആവാൻ തുടങ്ങി, ഫോൾഡഡ് ആവാൻ തുടങ്ങി. ഇവിടെ പുതിയ മിനറൽസ് ആഡ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ഉള്ള മിനറൽസ് തന്നെ ഷേപ്പ് മാറ്റം സംഭവിക്കുന്നേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന മിനറൽസിന് തന്നെ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഓർഡർ മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റപ്പെടുന്നു. അല്ലേ? അതിൻ്റെ ഓർഡർ മാറ്റപ്പെടുന്നു, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള മിനറൽസിൻ്റെ ഷേപ്പ് മാറ്റപ്പെടുന്നു. അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ റീജിയണൽ മെറ്റമോർഫോസിസ് സംഭവിക്കുന്നത്. എന്നാൽ കോണ്ടാക്റ്റ് മെറ്റമോർഫോസിസിലോ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ തന്നെ മാറുന്നു. ശിലയുടെ കെമിക്കൽ സ്ട്രക്ചർ തന്നെ മാറുന്നു. മൊത്തത്തിൽ അതിനകത്ത് പുതിയ മിനറൽസ് ആഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന മിനറൽസ് മുഴുവൻ ഡിസോൾവ് ചെയ്യപ്പെട്ട് പുതിയ മിനറൽ അതിനകത്ത് ഉണ്ടാകുന്നു. അല്ലെ? മൊത്തത്തിൽ കെമിക്കൽ സ്ട്രക്ചർ മാറപ്പെടുന്നു. ഇവിടെ ഫിസിക്കൽ ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. ക്ലിയർ അല്ലേ? അതാണ് ഈ റീജിയണൽ മെറ്റമോർഫോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടോ, പല ഒരു വല്ലാത്ത ഓറിയൻറ്റേഷനിൽ ഇവിടെ നോക്കിക്കേ, ഈ ശില നോക്കിക്കേ, ശിലകൾക്കകത്തുള്ള ധാതുക്കളുടെ ഓറിയൻറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ.
പതുക്കെ പ്രഷർ ചെയ്യപ്പെട്ടപ്പോൾ അതൊരു ലൈനിലേക്ക് എത്തി. ഇതിനെയാണ് നമ്മൾ ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് വിളിക്കുന്നത്. ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ അല്ലെങ്കിൽ ബാൻഡിങ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ബാൻഡിങ് എന്ന് വിളിക്കുന്നത്. ഈ ബാൻഡിങ് ഉള്ള റോക്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ, ബാൻഡിങ് സംഭവിച്ചിട്ടുള്ള റോക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ നമ്മുടെ ഹാർഡ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടത്, ഡാർക്കായിട്ടുള്ള ധാതുക്കൾ, കുറച്ച് ഡാർക്കായിട്ടുള്ള ധാതുക്കൾ ഒരേ ലൈനിൽ ക്രമീകരിക്കപ്പെടും. ലൈറ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഓർഡറിലായിട്ട് പല ലെയറായിട്ട് ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ഇങ്ങനെ ഒരു 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 ലെയറിങ് ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് സംഭവിച്ചതാണ് ഇതിനകത്ത്. മെറ്റമോർഫിസം സംഭവിച്ചാണ് അല്ലെങ്കിൽ ഫോളിയേഷൻ സംഭവിച്ചാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഗ്രാവിറ്റി അനോമലി, ഒന്നാമത്തെ ചോദ്യം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് സമാധാനിച്ചിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഗ്രാവിറ്റി അനോമലി. അനോമലി എന്ന് വെച്ചാൽ എന്താണ്? ക്രമക്കേട്, ഒരേപോലെ അല്ലാത്ത അവസ്ഥ. അതിനൊക്കെയാണ് ഈ അനോമലി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കാം. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഒന്ന്, ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അപ്പോൾ എന്താണ് ഗ്രാവിറ്റി അനോമലി എന്ന് ആദ്യം പറയണമല്ലോ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉപരിതല വസ്തുക്കളിന്മേൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി അല്ലെങ്കിൽ ഉപരിതല വസ്തുക്കൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റി എല്ലായിടത്തും ഒരേപോലെ അല്ല, അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇത്തരത്തിൽ ഗ്രാവിറ്റി ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവാൻ കാരണമാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയ പുസ്തകത്തിൽ ഇതും +1 ആണ്. +1 ടെക്സ്റ്റിനകത്ത് പറയുന്നു, ഭൂമിയുടെ വിവിധ അക്ഷാംശ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വം അനുഭവപ്പെടുന്നത് ഒരേപോലെയല്ല. കണ്ടോ, ഭൂമിയുടെ വിവിധ അക്ഷാംശ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വം അനുഭവപ്പെടുന്നത് ഒരേപോലെയല്ല. ധ്രുവപ്രദേശങ്ങൾ ഭൂകേന്ദ്രത്തോട് കൂടുതൽ അടുത്താകയാൽ അവിടെ ഭൂഗുരുത്വം കൂടുതലും, മധ്യരേഖാ പ്രദേശങ്ങൾ ഭൂകേന്ദ്രത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതിനാൽ അവിടെ ഭൂഗുരുത്വം കുറവുമാണ്. അപ്പോൾ ഒന്ന് ഇത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. ഇത് നോക്കിയേ, ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. അത് ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം കാരണം ഗ്രാവിറ്റി അനോമലി സംഭവിക്കാം. ഓൾറെഡി നമ്മൾ കണ്ടു, പുസ്തകത്തിലുണ്ട്. ശരിയാണ് അല്ലേ. ചോദിച്ചേക്കുന്ന തെറ്റായ പ്രസ്താവനയാണേ. നമ്മൾ ശരിയായ പ്രസ്താവന ഇപ്പം അടയാളപ്പെടുത്തി. 1 ഇത് നോക്കി. ഇനി 2, വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസവും ഭൂഗുരുത്വ വ്യത്യാസത്തിന് കാരണമാകും. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ഉണ്ട്. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാവും. ഉണ്ടോ? വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം, ഭൂഗുരുത്വ വ്യത്യാസം ആണല്ലോ ഗ്രാവിറ്റി അനോമലി. ഭൂഗുരുത്വ വ്യത്യാസമാണല്ലോ ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി ഡിഫറൻസിനെ അല്ലേ, ഭൂഗുരുത്വ വ്യത്യാസത്തിലെ ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഭൂഗുരുത്വ വ്യത്യാസത്തിന് അല്ലെങ്കിൽ ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാവും. ഇനി മൂന്നാമത്തെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാവുന്ന എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കിക്കേ. ഗ്രാവിറ്റി അനോമലിയെ പറ്റി പഠിക്കുന്ന ഭാഗത്ത്, ജോഗ്രഫിയിൽ ഗ്രാവിറ്റി അനോമലിയെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും വസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസത്തെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഭൂഗുരുത്വ അല്ലെങ്കിൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള അകലത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് രണ്ടും പറയുന്നുണ്ട്. അല്ലാതെ ഘടനയിലുള്ള വ്യത്യാസം, ശിലകളുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാകുന്ന എവിടെയും പറയുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലേ. 2 മാത്രം തെറ്റ്. ബാക്കി 1ഉം 3ഉം ശരി. 1, 3 ശരി, 2 മാത്രം തെറ്റ്. നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്തണമെന്നായിരുന്നു. 2 മാത്രം. നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്കൊന്നും നമുക്ക് പോകാം. ഭൂമിയുടെ ആകൃതിയെ പറ്റി പറയുന്നത് അറിയാമല്ലോ. എന്താണ് ഭൂമിയുടെ ആകൃതിയെ പറ്റി പറയുന്നത്? ജിയോയിഡ് എന്നാണ്. ജിയോയിഡ് അല്ലെങ്കിൽ ഒബ്ലൈറ്റ് സ്ഫിറോയിഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ ഭൂമിയുടെ ആകൃതി. ഭൂമിയുടെ ആകൃതി നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള അകലവും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള അകലവും നമ്മൾ പരിഗണിക്കുമ്പോൾ ഏതാണ് കൂടുതൽ ദൂരം? ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള അകലമാണ് കൂടുതൽ ദൂരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമിയുടെ ആകൃതി കൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയാണോ കൂടുതൽ ദൂരം വരുന്നത് അവിടെ ഗ്രാവിറ്റി കുറവായിരിക്കും. എവിടെയാണോ ദൂരം കുറവ് വരുന്നത് അവിടെ ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഫിസിക്സിൽ പഠിക്കാറുണ്ട്, ഒരു വ്യക്തി
ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഓരോ പോയിന്റിലും എത്തുമ്പോൾ ഇവിടെ പതുക്കെ പതുക്കെ ഗ്രാവിറ്റി കൂടിക്കൂടി വരിക അല്ലേ? ഇവിടെ എത്തുമ്പോൾ ഗ്രാവിറ്റി അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തും. ഗ്രാവിറ്റി കൂടുന്നതനുസരിച്ച് അയാളുടെ മാസ് മാറാതെ അയാളുടെ വെയിറ്റ് കൂടുന്നുണ്ട്. മാസ് മാറാതെ, കാരണം ഗ്രാവിറ്റി എന്ന് വെച്ചാൽ പുള്ളിങ് ഫോഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചേഞ്ച് ആവും. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അയാളുടെ വെയിറ്റ് കൂടും അല്ലേ? ഒരാൾ ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവത്തിലേക്ക് പോകുന്നുണ്ടോ, ധ്രുവഭാഗത്തേക്ക് പോകുന്നുണ്ടോ, അതിൻ്റെ വെയിറ്റ് കൂടും. കാരണം അവിടെ ഗ്രാവിറ്റി കൂടുതലാണ്. കാരണം എന്നാ, ഇവിടെ ഈ ഒരു അകലം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, ഭൂമധ്യരേഖയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ക്ലിയർ? അതാണ് ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞേക്കുന്നത്. ധ്രുവപ്രദേശങ്ങൾ ഭൂകേന്ദ്രത്തോട് കൂടുതൽ അടുത്തായാൽ അവിടെ ഭൂഗുരുത്വം കൂടുതലാണ്, മധ്യരേഖ പ്രദേശങ്ങൾ അകലെ ആയതുകൊണ്ട് അവിടെ ഭൂഗുരുത്വം കുറവാണ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ വസ്തുക്കളുടെ പിണ്ഡത്തിലുണ്ടാകുന്ന കാര്യം, അതുകൂടെ നമുക്കൊന്ന് പറയാം. നമുക്കറിയാം, ഒരു ഭാരമുള്ള വസ്തു ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടെന്ന് വിചാരിച്ചു. ഭാരം കുറഞ്ഞൊരു വസ്തു ഭൂമിയുടെ ഉപരിതലത്തിലുണ്ട്. ആർക്കായിരിക്കും കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത്? ഒബ്വിയസ്ലി മാസ് കൂടുതലുള്ള വസ്തു അതിന് കൂടുതൽ ഗ്രാവിറ്റി ഫീൽ ചെയ്യാം. മാസ് കുറവുള്ള വസ്തുവിന് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത് കുറവായിരിക്കും. ഇനി രണ്ടാമതൊരു സെൻസിൽ ഇത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ രണ്ടാമത്തെ സെൻസ്? ഒരു ഭൂമിയുടെ ഉപരിതലത്തിന് താഴേക്ക് രണ്ട് പോയിന്റ് ഞാൻ എടുക്കുന്നു, പോയിന്റ് എയും പോയിന്റ് ബിയും. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള രണ്ട് പോയിന്റുകൾ ഞാൻ എടുക്കുന്നു, പോയിന്റ് എയും പോയിന്റ് ബിയും. ഇവിടെ താഴെ അണ്ടർലൈങ് റോക്സ് അല്ലെങ്കിൽ സബ്സർഫസ് റോക്സ് ഉണ്ട് ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ഉപരിതലത്തിന് താഴേക്ക് ശിലകൾ കാണപ്പെടുന്നുണ്ട്. ഈ ശിലകളുടെ പിണ്ഡം അല്ലെങ്കിൽ ഈ ശിലകളുടെ മാസും ഡെൻസിറ്റിയും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഭൂഗുരുത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, എ എന്ന സ്ഥലത്ത് രണ്ടും ഭൂമിയുടെ ഒരേ നിരപ്പുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു. എ എന്ന സ്ഥലത്ത് ഗ്രാവിറ്റി കൂടുതലും, അതായത് നോർമൽ ലെവലിൽ നിന്ന് ഗ്രാവിറ്റി കൂടുതലും, ബി എന്ന സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിൽ നിന്ന് ഗ്രാവിറ്റി കുറവുമാണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ നെഗറ്റീവ് ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കും. നെഗറ്റീവ് ഗ്രാവിറ്റി അനോമലി. ഇതിനെ നമ്മൾ ഇവിടെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കും. എന്താണ് പോസിറ്റീവ് ഗ്രാവിറ്റി അനോമലി? ഇവിടെ ഭൂഗുരുത്വം കൂടുതൽ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള ഉപരിതലത്തിലെ പദാർത്ഥങ്ങൾ കൂടുതൽ എന്താണ് അനുഭവപ്പെടുന്നു? നമ്മുടെ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നു, ഗുരുത്വം അനുഭവപ്പെടുന്നു. അതിൻ്റെ റീസൺ എന്തായിരിക്കാം? ഇവിടെ താഴെ എ എന്ന പ്രദേശത്തിന് താഴെയുള്ള അണ്ടർലൈങ് റോക്സ് അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം മൊത്തം, ഈ എ എന്ന് പറയുന്ന പ്രദേശം മൊത്തത്തിൽ കൂടുതൽ ഗ്രാവിറ്റി ഫീൽ ചെയ്യും. മനസ്സിലായോ? ഇതിന് താഴോട്ടുള്ള റോക്സിൻ്റെ മാസ് ആൻഡ് ഡെൻസിറ്റി കൂടുതലാണ്. താഴെയുള്ള റോക്സിൻ്റെ മാസ്, പിണ്ഡവും അതുപോലെ സാന്ദ്രതയും ഡെൻസിറ്റിയും കൂടുതലാണെങ്കിൽ ഇവിടെ കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടും. ഇതാണ് പോസിറ്റീവ് ഗ്രാവിറ്റി അനോമലി. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ബി എന്ന പ്രദേശത്ത് ലെസ് മാസ് ആൻഡ് ലെസ് ഡെൻസിറ്റിയാണ്. ശിലകൾക്ക് കുറഞ്ഞ മാസും കുറഞ്ഞ ഡെൻസിറ്റിയുമാണെങ്കിൽ ഇവിടെ വളരെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത്. ഇതിനെ നെഗറ്റീവ് ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കും. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നവർ വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസവും ഭൂഗുരുത്വ വ്യത്യാസത്തിന് കാരണമാണ്. വസ്തുക്കളുടെ ഘടനയിലുള്ള വ്യത്യാസം ഭൂഗുരുത്വത്തെ സ്വാധീനിക്കുന്നില്ല കേട്ടോ. അത് എവിടെയും പറയുന്നില്ല, ഘടന കേട്ടോ. ശിലാവസ്തുക്കളുടെ ഘടനയിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക്, ഭൂഗുരുത്വ വ്യത്യാസത്തിന് കാരണമാകുന്നില്ല. അതിനെപ്പറ്റി എവിടെയും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തത് തെറ്റ്. ബാക്കി രണ്ടും എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തും തന്നിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ നോർമലി കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? എത്ര ഡിഗ്രിയാണ്? എത്ര വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്? 10 ഡിഗ്രി ചാനൽ അല്ലേ? നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ആൻഡമാൻ ദ്വീപസമൂഹവും നിക്കോബാർ ദ്വീപസമൂഹവും. ആൻഡമാൻ ദ്വീപസമൂഹം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നോർത്ത് ആൻഡമാൻ, അതുപോലെ തന്നെ മിഡിൽ ആൻഡമാൻ, ഇനി അടുത്തത് സൗത്ത് ആൻഡമാൻ അല്ലെങ്കിൽ ലോവർ ആൻഡമാൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ലിറ്റിൽ ആൻഡമാൻ ഒരെണ്ണമുണ്ട് ലിറ്റിൽ ആൻഡമാൻ. നോർത്ത്, മിഡിൽ, സൗത്ത്, ലിറ്റിൽ ആൻഡമാൻ, ഇങ്ങനെ 4ആയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ദ്വീപുകൾ ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ 4 പ്രധാനപ്പെട്ട ദ്വീപുകൾ വരുന്നുണ്ട്. ഇവിടെ അത് കഴിയുമ്പോൾ ഒരു അക്ഷാംശം സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് 10 ഡിഗ്രിയാണ്. ഈ 10 ഡിഗ്രി കഴിയുമ്പോൾ അടുത്ത് തുടങ്ങുന്നത് കാർ നിക്കോബാർ ദ്വീപുകൾ തുടങ്ങുക. പ്രധാന ദ്വീപുകൾ മാത്രമേ പറയുന്നുള്ളൂ. ലിറ്റിൽ നിക്കോബാർ, അവസാനമായിട്ട് ഇവിടുത്തെ ഏറ്റവും ഈ പറഞ്ഞ നിക്കോബാർ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ഏതാണ് അത്? ഗ്രേറ്റ് നിക്കോബാർ.
ഈ ഗ്രേറ്റ് നിക്കോബാറിൻ്റെ ഏറ്റവും തെക്കേ അറ്റമാണ് ഇതാണ് ഇന്ദിര പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്ദിര പോയിന്റ് പുതിയ SRT ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് അവിടെ ആ പ്രദേശം മുഴുവൻ കടൽ വെള്ളം കയറി അല്ലെങ്കിൽ കടൽ കയറി ആ പ്രദേശം മൊത്തം മൂടപ്പെട്ടു എന്ന് പുതിയ SRTക്കകത്ത് പറയുന്നുണ്ട്. ഗ്രേറ്റ് നിക്കോബാറിൻ്റെ ഏറ്റവും തെക്കേ അറ്റമാണ് നമ്മുടെ ഇന്ദിര പോയിന്റ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ, ഇതാണ് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ ആണ്. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, അവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ ആണ്. മൊത്തം ആൻഡമാൻ നിക്കോബാർ എടുത്താലും അവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാനാണ്. നിക്കോബാർ ദ്വീപുകൾ മാത്രം എടുത്താലാണ് ഗ്രേറ്റ് നിക്കോബാർ വലുത്. മൊത്തം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എടുത്താലും ആൻഡമാൻ മാത്രം പറഞ്ഞാലും ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാനാണ്. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാന പോർട്ട് ബ്ലെയർ ആണ്. ശ്രീ വിജയപുരം എന്ന് പുതിയ നെയിമിംഗ് നടത്തപ്പെട്ട പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ് കണ്ടോ, സൗത്ത് ആൻഡമാനും ലിറ്റിൽ ആൻഡമാനും ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇതിനാണ് ഡങ്കൺ പാസേജ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡങ്കൺ പാസേജ്. ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനോട് ചേർന്ന് കുറച്ച് കിഴക്കോട്ട് മാറിയിട്ട് ഒരു അഗ്നിപർവ്വത ദ്വീപുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് എന്നറിയപ്പെടുന്നു, ബാരൻ. ഈ നോർത്ത് ആൻഡമാൻ ദ്വീപിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് ഇവിടെ ഒരു കൊടുമുടിയുണ്ട്. ഇതാണ് ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതിൻ്റെ പേരാണ് സാഡിൽ കൊടുമുടി. ഇത് ബാരൻ ദ്വീപസമൂഹം. ക്ലിയർ അല്ലേ? ഇനി ആൻഡമാൻ ഗ്രൂപ്പിൻ്റെ തെക്ക് വശത്തായിട്ട് ഇവിടെയായിട്ട് ഒരു ദ്വീപുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർത്ത് സെൻറ്റിനൽ ഐലൻഡ്. ഈ നോർത്ത് സെൻറ്റിനൽ ദ്വീപ നിവാസികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവർ പഴയ പ്രാകൃത മനുഷ്യരാണ്. ഈ ഗോത്രം ഏകദേശം 10,000-60,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അവരുടെ തലമുറകൾ ഈ ഗോത്രത്തിൽ എത്തപ്പെട്ടതാണ്. അവരിപ്പോഴും അവരുടെ പഴയ രീതികൾ, പുറത്തുള്ള സിവിലൈസേഷൻസുമായിട്ടൊന്നും കോണ്ടാക്റ്റഡ് ആവാതെ അവർ ഒറ്റപ്പെട്ട് കഴിയുന്നു. പുറത്തുള്ള മനുഷ്യരായിട്ടുള്ള സമ്പർക്കം അവർക്കില്ല. ആരും അങ്ങോട്ട് പോകാറില്ല, അവിടുന്ന് പുറത്തുനിന്ന് ആരും ഇങ്ങോട്ടും വരാറില്ല. അവരിപ്പോഴും പഴയ ആ ഒരു പ്രാകൃത മനുഷ്യരായിട്ട് തന്നെ ജീവിക്കുന്നു. അവരുടെ സ്വസ്ഥതയിൽ, സമാധാനത്തിൽ അവിടെ കഴിഞ്ഞു പോകുന്നു. ക്ലിയർ? അപ്പോൾ ഇതാണ് ആൻഡമാൻ നിക്കോബാറുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാറുണ്ട്, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏത്? ഇവിടെ വൂളാർ, ദാൽ രണ്ടും ശുദ്ധജല തടാകങ്ങളാണ്. റാക്കാസും പാങ്ങോങ്ങും ലവണജല തടാകങ്ങളാണ്. ഇതിനകത്ത് ഏത് ഉത്തരം എഴുതും? ഉത്തരം ഓപ്ഷൻ സി, പാങ്ങോങ്സോ തടാകമാണ്. ഇത് പുതിയ SRT ആണ്, ന്യൂ SRT ക്ലാസ് 9, 9ാം ക്ലാസ്, 1ാമത്തെ ചാപ്റ്റർ. പുതിയ SRT 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ പുസ്തകം 1ാമത്തെ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നോക്കിക്കോണം. നമുക്കറിയാം ഇവിടെ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ഞാൻ മാർക്ക് ചെയ്യാം. ഒന്ന് ഈ ജമ്മു കാശ്മീരിൻ്റെ ഈ ഭാഗത്തായിട്ട് തന്നെ ഇവിടെ വരുന്ന വൂളാർ എന്നറിയപ്പെടുന്ന തടാകം. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തടാകമാണ് ഇതിനോട് അടുത്ത് തന്നെ ദാൽ തടാകം. ഇത് രണ്ടും ഈ മേഖലയിലെ ഉത്തരപർവ്വത മേഖലയിലെ ശുദ്ധജല തടാകങ്ങളാണ്. ഇപ്പം വൂളാർ തടാകത്തെ പറ്റി അറിയാം. സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ജലം നദി ഒഴുകിയെത്തുന്നത് വൂളാർ തടാകത്തിലേക്കാണ്. സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ജലനദി ഒഴുകിയെത്തുന്നത് വൂളാർ തടാകത്തിലേക്കാണ്. പ്രധാനമായിട്ടും ഓർക്കേണ്ട രണ്ട് തടാകങ്ങളാണ്, ശുദ്ധജല തടാകങ്ങളാണ് വൂളാറും ദാലും. ക്ലിയർ? വൂളാർ, ദാൽ തടാകങ്ങൾ. ഇനി ഈ മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട ലവണജല തടാകങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തത് ലഡാക്കിൻ്റെ തെക്ക് വശത്തായിട്ടൊരു തടാകമുണ്ട്. അതിൻ്റെ പേരാണ് സോ മൊറീറി. ലവണജല തടാകമാണ് ഈ മേഖലയിലെ. അതുപോലെ ഒരെണ്ണത്തിന് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം, അതിന് ഇങ്ങനെയായിട്ടാണ് വരുന്നത്. അതായത് അത് ലഡാക്കിലുണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം ചൈനീസ് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിലുണ്ട്, ബാക്കി ചൈനയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ടിബറ്റിൻ്റെ ഭാഗത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ പേരാണ് പാങ്ങോങ് സോ തടാകം. നമ്മുടെ ഈ 3 Idiots മൂവിയുടെ ഒക്കെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഭാഗം, ആ ഒരു മനോഹരമായിട്ടുള്ള തടാകം, അതാണ് ഈ പാങ്ങോങ് സോ തടാകം. അത് ഒരു ഡിസ്പ്യൂട്ടഡ് തടാകമാണ്. കാരണം ചൈന എപ്പോഴും അങ്ങോട്ടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാറുണ്ട്, ആ ഭാഗത്തേക്ക് അവർ അവിടെ കടന്നു കയറാറുണ്ട്. ഈ പാങ്ങോങ് സോ തടാകത്തിനടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്? അധികാരമില്ലാതെ, ഇന്ത്യയുടെ അനുവാദമില്ലാതെ ആ പ്രദേശമൊക്കെ കൈയടക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഇവിടെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള, ചൈനയുമായിട്ടുള്ള എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്ന മേഖലയാണ് ഈ പാങ്ങോങ് സോ തടാകം. നമുക്കറിയാം ഇന്ത്യൻ സൈനികരും ചൈനീസ് സൈനികരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായി. നമുക്കറിയാം ആയുധങ്ങൾ കൊണ്ടല്ല, മുഷ്ടി കൊണ്ടുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അല്ലേ? അവന്മാരെ ഇടിച്ചപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയത്, അത് കഴിഞ്ഞ് വീണ്ടും അവന്മാരെ ഇങ്ങോട്ട് കയറി വരും, വീണ്ടും നമ്മൾ ഇടിച്ചപ്പുറത്ത് കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് കയറി വരും. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നടന്ന മേഖലയാണ് ഈ പാങ്ങോങ് സോയുടെ അടുത്തുള്ള പ്രദേശങ്ങൾ. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും, ഈ പാങ്ങോങ് സോ മൊറീറി തുടങ്ങിയവ ലവണജല തടാകങ്ങളും വൂളാർ, ദാൽ തുടങ്ങിയവ ശുദ്ധജല തടാകങ്ങളുമാണ്. അപ്പോൾ ഇനി റാക്കാസ് താൽ ചോദിച്ചാലോ? റാക്കാസ് താൽ എന്നറിയപ്പെടുന്നൊരു തടാകം ഉണ്ടല്ലോ, അതെവിടെ ആയിട്ടാണ് വരുന്നത്?
നോക്കണം, നമ്മൾ ഇന്ത്യൻ മാപ്പ് നോക്കുമ്പോൾ ഇവിടെ ഇതാണ് ടിബറ്റ് റീജിയൻ അല്ലേ. ഇത് നേപ്പാളാണ്, ഇത് ഭൂട്ടാനാണ്. ഇത് കാരക്കോറം റേഞ്ചസ്, വേറെ കളർ കാണിക്കാം. ഇതാണ് കാരക്കോറം റേഞ്ചസ്. ട്രാൻസ് ഹിമാലയത്തിൽ 3 റേഞ്ചസ് ആണ്: കാരക്കോറം, ലഡാക്ക്, സസ്കർ. പുതിയ SRE ടെക്സ്റ്റിൽ പറയുന്നു ട്രാൻസ് ഹിമാലയത്തിൻ്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷനാണ് കൈലാഷ് റേഞ്ച്. പഴയ SRE ടെക്സ്റ്റിനകത്ത് എടുത്തു പറയുന്നുണ്ട് കാരക്കോറത്തിൻ്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷനാണ് കൈലാഷ് എന്ന് പഴയ SRTക്കകത്ത് എടുത്തു പറയുന്നുണ്ട്. പുതിയ SRTക്കകത്ത് മൊത്തത്തിൽ ഇത് 3 ഒന്നിച്ചിട്ട് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷനാണ് കൈലാഷ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക പർവ്വതനിരയെ പറ്റി എടുത്ത് പറയുന്നില്ല. ചില ഓതേഴ്സിൻ്റെയൊക്കെ ബുക്കിൽ ലഡാക്കിൻ്റെ തുടർച്ചയാണ് കൈലാഷ് എന്നും പറയുന്നുണ്ട്. ലഡാക്കിൻ്റെ തുടർച്ച നമുക്ക് PSCക്ക് തൽക്കാലം ട്രാൻസ് ഹിമാലയത്തിൻ്റെ തുടർച്ചയെന്നോ പഴയ SRTക്കകത്തുള്ള കാരക്കോറത്തിൻ്റെ തുടർച്ചയെന്നോ പഠിക്കുന്നതാണ് നല്ലത്. കാരണം PSC പരീക്ഷകളിൽ ഇതിനു മുമ്പ് ഇത് ചോദിച്ചിട്ടുണ്ട്. കാരക്കോറത്തിൻ്റെ ടിബറ്റിലേക്കുള്ള തുടർച്ചയായ പർവ്വതനിര ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കൈലാഷ്. ഈ കൈലാഷ് റേഞ്ചിൽ നിന്നുള്ള ഹിമാനികൾ, ഗ്ലേഷ്യേഴ്സൊക്കെ ഉരുകി അതിന് താഴെ ഒരു ശുദ്ധജല തടാകം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് മാനസ സരോവർ. മാനസ സരോവർ ലേക്ക് എന്നറിയപ്പെടുന്നു. ഇവിടെ നിന്ന് വെറും കഷ്ടിച്ച് 5 കിലോമീറ്റർ ഇല്ല, അതിന് അടുത്ത് ഒരു ലവണജല തടാകമുണ്ട്. അതിൻ്റെ പേരാണ് റാക്കാസ്താൽ, രാക്ഷസ്ഥൽ എന്നൊക്കെ പറയുന്ന റാക്കാസ്താൽ തടാകം. റാക്കാസ്താൽ തടാകം. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ശുദ്ധജല തടാകത്തിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന 2 പ്രസിദ്ധമായ നദികളാണ്. ദണ്ടിത് ഒന്ന് സിന്ധു നദി. സിന്ധു നദി ടിബറ്റിലൂടെ ഈ മാനസ സരോവർ തടാകമാണിത്, അതിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. ബൊക്കാർച്ചു എന്ന് പറയുന്ന ഹിമാനി, ബൊക്കാർച്ചു ഹിമാനി എന്ന് ഉത്ഭവിച്ച് ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറി ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്ക് ഇടയിലൂടെ ഒഴുകി ലഡാക്ക് കടന്ന് പാക് ഒക്കുപൈഡ് കാശ്മീരും കടന്ന് നംഗപർവ്വതം എന്ന കൊടുമുടിക്ക് അടുത്ത് വെച്ചിട്ട് ഒരു U-ടേൺ എടുത്ത് പാകിസ്ഥാനിലേക്ക് കടന്നു പോകുന്ന, അവസാനം കറാച്ചിക്കടുത്ത് വെച്ച് അറബിക്കടലിലേക്ക് പതിക്കുന്ന നദി സിന്ധു. അതുപോലെ തന്നെ ഇവിടെ മാനസരോവർ തടാകത്തിനടുത്ത് നിന്ന് ചെമയുങ്തുങ് എന്ന് പറയുന്നൊരു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ഇങ്ങനെ ഒഴുകി ടിബറ്റിലൂടെ ഒഴുകി നംച ബർവ എന്ന കൊടുമുടിക്കടുത്ത് വെച്ച് ഒരു U-ടേൺ എടുത്ത് അരുണാചൽ പ്രദേശിലേക്ക് കയറി അവിടെ നിന്ന് ആസാമിലേക്ക് വന്ന് ധൂബ്രി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ബംഗ്ലാദേശിലേക്ക് പോകുന്ന നദി, അതാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നു, ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നു. ഇത്രയും ദൂരം ടിബറ്റിലൂടെ ഒഴുകി. ഞാൻ ടിബറ്റിൻ്റെ ബോർഡർ വരച്ചിട്ടുണ്ട് കണ്ടോ, ടിബറ്റിൻ്റെ ബോർഡർ ഞാൻ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു. ഇതാണ് ടിബറ്റിൻ്റെ ബോർഡർ, ഇതാണ് ടിബറ്റിൻ്റെ ബോർഡർ. അപ്പോൾ ടിബറ്റിലൂടെ ഇത്രയും ദൂരം ഒഴുകുന്നത് ക്ലിയർ. ഇനി ഇന്ത്യക്കകത്ത് ഗംഗോത്രി ഹിമാനി, ഉത്തരാഖണ്ഡിൽ ഗംഗോത്രി ഹിമാനി എന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദി ഇന്ത്യയിലൂടെ ഒഴുകി ഫറാക്ക ബാരേജ്, വെസ്റ്റ് ബംഗാളിലെ ഫറാക്ക ബാരേജ് എന്ന സ്ഥലത്ത് വെച്ച് 2ആയിട്ട് പിരിഞ്ഞ് ഒരു ഭാഗം ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ പേരാണ് പത്മ. ഇത് പത്മ, ഇത് ജമുന. രണ്ടുപേരുടെ ബംഗ്ലാദേശ് വെച്ച് കൂടിച്ചേർന്ന് ഒറ്റ നദിയായിട്ട് ഒഴുകുന്നു. പുതിയ പേര് മേഘന. മേഘന എവിടെ പതിക്കുന്നു? സുന്ദർബൻസ് ഡെൽറ്റ രൂപീകരിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. ഇതാണ് ഹിമാലയൻ റിവർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇവിടെ റാക്കാസ്താൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. റാക്കാസ്താൽ തടാകത്തിനടുത്ത് നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. റാക്കാസ്താൽ തടാകത്തിനടുത്ത് നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ, അത് ഹിമാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് കയറുന്ന നദിയാണ്. ഷിപ്കില ചുരത്തിലൂടെ ഹിമാചൽ പ്രദേശിലേക്ക് കയറുന്ന നദിയാണ്. റാക്കാസ്താൽ തടാകത്തിനടുത്ത് നിന്ന് ഈ നദി ഉത്ഭവിക്കുന്നത്. ഷിപ്കില പാസ്, ഇവിടെ ഷിപ്കില പാസ് ഉണ്ട്. അതുവഴി ഹിമാചൽ പ്രദേശിലേക്ക് കയറി പഞ്ചാബിൽ വന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്ന നദിയാണ്. ഇതിൻ്റെ പേരാണ് സത്ലജ്. ഈ സത്ലജ് നദിയിൽ നിന്നാണ്, സത്ലജ് നദിയിലെ ഹരീക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് രാജസ്ഥാനിലേക്ക് ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. കണ്ടോ, നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി, പ്രത്യേകിച്ച് ഇന്ത്യൻ റിവർ സിസ്റ്റം പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് നൈസ് സാധനങ്ങളൊക്കെ അവിടെ പഠിക്കുന്നതാണ്. ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ പിന്നെ എടുത്ത് തരാം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ലാസ്റ്റ് ക്വസ്റ്റൻ ഇതായിരുന്നു. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത അറിയാമല്ലോ. എന്താണ് സർവേ ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ നമുക്കറിയാം മാപ്പുകൾ നിർമ്മിക്കുന്നതിന്, ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള, ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ, SOI. ഇന്ത്യയിലെ മാപ്പുകളെ സർവേ ഓഫ് ഇന്ത്യ മാപ്സ്, SOI മാപ്സ് നമ്മൾ വിളിക്കാറുണ്ട്. ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങളൊക്കെ നമ്മൾ SOI മാപ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. 1:10 ലക്ഷം, 1:2.5 ലക്ഷം, 1:50,000, 1:25,000 തുടങ്ങിയ തോതുകളിലൊക്കെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ നിർമ്മിക്കാറുണ്ട്.
ഓപ്പൺ സീരീസ് മാപ്പുകളും ഡിഫൻസ് സീരീസ് മാപ്പുകളും ഭൂമിയിൽ ഇന്ത്യയിൽ നമ്മൾ നിർമ്മിക്കുന്ന 2 പ്രധാനപ്പെട്ട മാപ്പുകളാണ്. ഡിഫൻസ് സീരീസ് മാപ്സൊക്കെ സ്ട്രിക്ട്ലി ഡിഫൻസ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സർവേ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ്. ഓപ്പൺ സീരീസ് മാപ്സ് സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മാപ്പുകളാണ് ഓപ്പൺ സീരീസ് മാപ്സ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചത്. ഇനി ഡെറാഡൂണിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകത പറഞ്ഞാൽ ഡെറാഡൂൺ ഈസ് എ ഡൂൺ. ഡെറാഡൂൺ എന്ന് പറഞ്ഞാൽ ഡൂണാണ്. ഒരു ഡൂൺ എന്ന് വെച്ചാൽ താഴ്വര. ശിവാലിക് നിരകളുടെ സമീപത്തായിട്ട് കാണപ്പെടുന്ന ഹിമാലയത്തിലെ നീളം കൂടിയ വീതി കുറഞ്ഞ താഴ്വരകളെ ഡൂൺ എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡൂൺ ഏതെന്ന് ചോദിച്ചാൽ അത് ഡെറാഡൂണാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡൂൺ എന്ന് ചോദിച്ചാൽ അത് ഡെറാഡൂണാണ്. ഏകദേശം 35 കിലോമീറ്റർ നീളവും 25 കിലോമീറ്റർ വീതിയുമാണ് ഈ ഡൂണിലുള്ളത്. അതായത് നീളം കൂടുതലാണ്, വീതി കുറവാണ് കേട്ടോ. നീളം കൂടുതലാണ്, വീതി കുറഞ്ഞ താഴ്വരകളെയാണ് നമ്മൾ ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണ നോർമലി ഡൂൺസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ ഷിവാലിക്സ്. ഷിവാലിക്കിലാണ് നമുക്ക് ഡൂണുകൾ കാണാൻ പറ്റുന്നത്. ജമ്മു ഡൂണ്, കോട്ട്ലി ഡൂണ്, പാട്ട്ലി ഡൂണ്, പത്താൻകോട്ട് ഡൂണ്, ഡെറാഡൂണ്, ഇങ്ങനെ പലതരം ഡൂണുകൾ നമുക്കുണ്ട്. ഡൂണുകൾ നമുക്ക് എവിടെ ഡാർജിലിംഗ് സിക്കിം മേഖലയ്ക്ക് ശേഷം നമുക്ക് ഡൂണുകൾ കാണാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറയാം, ഡാർജിലിംഗ് സിക്കിം മേഖലകൾക്ക് ശേഷം നമുക്ക് ഷിവാലിക്സ് മൊത്തത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡൂണുകളും കുറവായിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഡൂണുകളും കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ഷിവാലിക്കിൻ്റെ ഡാർജിലിംഗ് സിക്കിം മേഖലയ്ക്ക് ശേഷമുള്ള പേര് തന്നെ ദ്വാർ എന്നാണ്. ദ്വാർ ഫോർമേഷൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. DWAR ദ്വാർ ഫോർമേഷൻസ്. അതുകൊണ്ട് തന്നെ അവിടെ ഡൂണുകളുടെ ഫോർമേഷൻ വളരെ കുറവാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഷിവാലിക്സിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഹിമാലയത്തിലെ 3ാമത്തെ നിരയാണ്, തെക്കുള്ള നിരയാണ്. ഔട്ടർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ കണ്ടിന്യൂറ്റി വളരെ കുറവാണ്, തുടർച്ച നഷ്ടപ്പെട്ട നിരയാണ്. ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള തട്ടുതട്ടായ കൃഷിരീതി, ടെറസ് കൾട്ടിവേഷൻ നടത്തപ്പെടുന്ന മേഖലയാണ് ഇത് ഷിവാലിക്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 5 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്തുനിന്ന് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ കൺസെപ്ഷ്യലായിട്ട് തന്നെ ചോദ്യങ്ങളുടെ ഉറവിടം എന്താണ്, ഇനി അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കൂടെ പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ഗ്രാവിറ്റി അനോമലിയുടെ കാര്യവും അതുപോലെ തന്നെ മെറ്റമോർഫിസിൻ്റെ കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് സ്ട്രക്ചറലി ഓർഡർലി ഒക്കെ ആദ്യം തൊട്ട് പഠിച്ച് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. വരുന്ന ക്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള ഓടായിട്ടുള്ള ചില ടോപ്പിക്കുകൾ നമുക്ക് എടുക്കാം. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കെറ്റു, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദി ഗംഗ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമുള്ള നദി ഗോദാവരി, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. ഇങ്ങനെയുള്ള ഫാക്റ്റുകളുടെയൊക്കെ ഒരു കാലം കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെന്നല്ല, ഉണ്ട്. അവരുടെ സ്ഥാനം ഇപ്പോഴും ഉണ്ട്. അതായത് ഒറ്റ വരിയിൽ ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് PSC ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പേഴ്സൻറ്റേജ് കുറഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ ഡെപ്തിലുള്ള, കുറച്ചും കൂടെ കൺസെപ്ഷ്യലായിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവയുടെ ഒരു പ്രസൻസ് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഈ ഒരു ഷിഫ്റ്റിനോട് അനുരൂപപ്പെടുക. നമ്മൾ PSCയിലുണ്ടാകുന്ന ഈ ഒരു ചേഞ്ചിനോട് നമ്മൾ പതുക്കെ അനുരൂപപ്പെടുക. നമ്മൾ ആ ഒരു ചേഞ്ചിനെ അംഗീകരിച്ച് നമ്മുടെ പഠന രീതിയിലും ആ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നടത്തണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് പഠിക്കുന്നവരുടെ പുറകെ നമ്മൾ പോകും. നമ്മളിപ്പോഴും പഴയ ഫാക്റ്റുകൾ ഇങ്ങനെ കാണാൻ പഠിച്ച് ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നവരുടെ പുറകെ പോകുന്നൊരു സാഹചര്യം നമുക്ക് വരും. അതുണ്ടാവരുത്. പതുക്കെ 2 രീതിയിലും നമ്മളെ പഠനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം. അതായത് കുറേ കാര്യങ്ങൾ പഴയ ഫാക്ച്വലായിട്ടുള്ള കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ അതേസമയം തന്നെ കുറച്ച് കൺസെപ്ഷ്യലായിട്ടുള്ള, കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് പതുക്കെ തുടങ്ങണം. എങ്കിൽ മാത്രമേ വരും കാലത്ത് നല്ല പരീക്ഷകളൊക്കെ എഴുതി നല്ല മാർക്ക് വാങ്ങാൻ, നല്ല റാങ്ക് വാങ്ങാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും പറ്റട്ടെ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരാം. അതിൻ്റെ ഡിസ്കഷൻസ് നമുക്ക് നടത്താം. അതിൻ്റെ ലൈവ് നമുക്ക് കൊണ്ടുവരാം. യൂട്യൂബ് ക്ലാസ്സുകൾ കൊണ്ടുവരാം. നന്നായി പഠിക്കാം. താങ്ക് യു.